പ്രിയ സുഹൃത്തുക്കളെ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥ ആരംഭിക്കാം. ഇന്ന് ഓണമാണ്. കളീക്കൽ തറവാട്ടിൽ അച്യുതമേനോൻ രാവിലെ മുതൽ ചാരുകസേരയിൽ കിഴക്കോട്ട് നോക്കി ഇരിപ്പാണ്. താഴെ ഭാര്യ സുശീലാമ്മയും ഉണ്ട്. രണ്ടുപേരും ഓരോരോ കുശലവർത്തമാനങ്ങൾ പറഞ്ഞ് ചിരിക്കുകയും മറ്റും ചെയ്യുന്നുണ്ട്. രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലാണ്. ആ സന്തോഷത്തിനൊരു കാരണമുണ്ട് കേട്ടോ. വിവാഹം കഴിച്ചു വിട്ട 3 പെൺമക്കളും വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ആൺമക്കളും അവരുടെ മക്കളും എല്ലാവരും കൂടി ഇന്ന് ഉച്ച കഴിഞ്ഞ് കളീക്കൽ തറവാട്ടിൽ അച്ഛന്റെയും അമ്മയുടെയും കൂടെ ഓണം ആഘോഷിക്കാൻ വരികയാണ്. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും എത്തും. അതിന്റെ സന്തോഷത്തിലാണ് അച്യുതമേനോനും ഭാര്യയും. വന്നാൽ പിന്നെ 2-3 ദിവസം തറവാട്ടിൽ ഉത്സവം തന്നെയാണ്. മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാം കൂടി ഒരു 10-25 പേര് കാണും. 50 പേരുണ്ടെങ്കിലും കളീക്കൽ തറവാട്ടിൽ മുറികൾക്ക് ക്ഷാമമോ ആഹാരത്തിന് ക്ഷാമമോ ഒന്നുമില്ല. ആഹാരം വെച്ചുണ്ടാക്കാൻ തന്നെ 2-3 വേലക്കാരികൾ തന്നെ ഉണ്ട്. അവർ അടുക്കളയിൽ തകൃതിയായി ജോലി തിരക്കിലാണ്. എല്ലാവർക്കും വെച്ചുണ്ടാക്കണ്ടേ. സുശീലാമ്മ ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിലേക്ക് ഓടുന്നുമുണ്ട്. അപ്പോഴാണ് നാണുമൂപ്പർ അങ്ങോട്ട് കയറി വന്നത്. നാണുവിനെ കണ്ടതും അച്യുതമേനോൻ നാണുവിന് നേരെ അങ്ങ് തട്ടിക്കയറി. നിന്റെ അടുത്ത് എത്ര ദിവസമായി പറയുന്നടാ, പിള്ളാര് വരും, അവർക്ക് ഊഞ്ഞാലൊക്കെ ഇടണമെന്ന്. ഇനി എന്നാ ഇടുന്നത്? ഇന്ന് ഓണമാ, കുറച്ചു കഴിഞ്ഞ് അവരിങ്ങെത്തും. പിള്ളാര് വന്നാൽ ആദ്യം ചോദിക്കുന്നത് അപ്പൂപ്പ ഊഞ്ഞാലിട്ടില്ലയോ എന്നാണ്. നിനക്ക് പറ്റില്ലെങ്കിൽ പറഞ്ഞാൽ പോരെ, ഞാൻ മറ്റാരെങ്കിലും കൊണ്ട് ഇടിയിച്ചേനുമല്ലോ. മേനോൻ കയറി ചൂടായി. അത് അന്നൊന്നേ പനിയായിട്ട് 3-4 ദിവസം കിടപ്പായിരുന്നു, അതാ ഇങ്ങോട്ട് വരാഞ്ഞത്. അവരിങ്ങ് എത്തിയില്ലല്ലോ, നമ്മൾക്ക് ഇപ്പൊ തന്നെ അങ്ങ് ഇട്ടേക്കാം, നാണു പറഞ്ഞു. ആ ശരി, നീ പോയി വടക്കേപ്പുറത്തെ ചായപ്പിൽ നിന്ന് ആ കയറിങ്ങെടുത്തോണ്ട് വാ, നമുക്ക് ഇപ്പൊ തന്നെ ഇടാം. നാണു പോയി കയറുമായിട്ട് വന്നു. അങ്ങനെ തറവാടിന്റെ തെക്കുവശത്ത് ഒരു വലിയ ഊഞ്ഞാല് തന്നെ അങ്ങിട്ടു. കൊച്ചുമക്കൾ കൂടുതലുള്ളതല്ലേടാ, എല്ലാവരും ഒരുമിച്ചിരുന്നങ്ങ് ആടട്ടെ, മേനോൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനൊരു സന്തോഷമായല്ലോ, നാണു ചോദിച്ചു. അതല്ലടാ പോയി, പിള്ളാരുടെ സന്തോഷമല്ലയോ നമ്മൾക്കും വലുത്, അതും വർഷത്തിലൊരിക്കൽ. അവർ എപ്പോ വരും? നാണു ചോദിച്ചു. അവരിപ്പോഴിങ്ങെത്തും, മേനോൻ പറഞ്ഞു. മേനോന്റെ മുഖത്ത് ആകെ സന്തോഷം പ്രകടമായിരുന്നു. അങ്ങനെ സമയം ഇഴഞ്ഞു നീങ്ങി. അച്യുതമേനോൻ കിഴക്കോട്ട് നോക്കി ഒരേ നിൽപ്പാണ്. തന്റെ മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ ഒന്ന് കാണാൻ. എത്ര നാളായി അവരെയൊക്കെ കണ്ടിട്ട്. കഴിഞ്ഞ വർഷം ഓണത്തിന് കണ്ടതാ. അങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് നിന്നപ്പോൾ കിഴക്കുന്നൊരു കാറ് വരുന്നത് കണ്ടു. അച്യുതമേനോൻ അടുക്കളയിലേക്ക് നോക്കി വിളിച്ചു. ഡി സുശീലേ, അവരിങ്ങെത്തി. കാർ മുറ്റത്ത് വന്നു നിന്നു. രണ്ടാമത്തെ മകൻ രതീഷ് മേനോനും ഭാര്യയും കുട്ടികളും. രതീഷ് കാറിൽ നിന്നിറങ്ങി ഓടി വന്ന് അച്ഛനെ കെട്ടിപ്പിടിച്ചു. അച്ഛാ, അച്ഛന് സുഖമാണോ? സുഖമാടാ മക്കളെ, വാ അകത്തോട്ട് വാ. ആരും വന്നില്ലേ? ഞങ്ങളാണോ ആദ്യം എത്തിയത്? രതീഷിന്റെ ഭാര്യ സുനു ചോദിച്ചു. ഇല്ല, ഇപ്പോൾ എല്ലാവരും ഇങ്ങെത്തും, മേനോൻ പറഞ്ഞു. കുട്ടികൾ അപ്പൂപ്പനെ വന്ന് കെട്ടിപ്പിടിച്ചിട്ട് അവർ അകത്തേക്ക് ഓടി. കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും തറവാട്ടിൽ എത്തിച്ചേർന്നു. തറവാട് ഒരു ഉത്സവ തിമിർപ്പിലായി. കുട്ടികളൊക്കെ തൊടിയിൽ കളിക്കുന്നു. താത്തൂന്മാർ തമ്മിൽ വരാന്തയിലൊക്കെ ഇരുന്ന് ഓരോ കൊച്ചുവർത്താനം പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നു. അളിയന്മാരെല്ലാരും കൂടി സ്വല്പം സോമരസം അടിക്കാനുള്ള വട്ടം കൂട്ടൽ നടത്തുന്നു. ഇതിനിടയിൽ മേനോനും ഭാര്യയും സന്തോഷം കൊണ്ട് മതിമറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് ഓരോന്ന് ചെയ്യുകയാണ്. മേനോന്റെ ഇളയ മകന്റെ മകനാണ് വരുൺ. MBAക്ക് ബാംഗ്ലൂരിൽ പഠിക്കുന്നു. അവനും ഓണം കൂടാൻ തറവാടിൽ എത്തിയിട്ടുണ്ട്. അവനെക്കുറിച്ച് കൂടുതലൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. അവനൊരു കൊച്ചു വില്ലനാ, വിശേഷിച്ച് സ്ത്രീ വിഷയത്തിൽ. അങ്ങനെ ഓണമെല്ലാം മേനോനും മക്കളും അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു. രാത്രി ഒരു 10 മണിയായി കാണും. ഓരോരുത്തർക്കും ഓരോ റൂമുണ്ട്. അവരവരുടെ റൂമിലേക്ക് പോയി ഉറങ്ങാൻ കിടന്നു. ഇളയ അപ്പച്ചി പറഞ്ഞു, വരുണിങ്ങി പോരടാ, നമ്മുടെ മുറിയിൽ ആള് കുറവല്ലേ, നമുക്ക് അവിടെ കിടക്കാം. ഇളയ അപ്പച്ചിയുടെ ഹസ്ബൻഡ് കുറച്ചുനാൾ മുൻപ് മരിച്ചു പോയതാ. 2 ചെറിയ ആൺകുട്ടികളെ ഉള്ളൂ. വരുൺ അപ്പച്ചിയുടെ മുറിയിലേക്ക് ചെന്നു. മോൻ കട്ടിൽ കിടന്നോ, ഞാനും പിള്ളേരും താഴെ കിടന്നോളാം, അപ്പച്ചി പറഞ്ഞു. വരുൺ കട്ടിൽ കയറി കിടന്നു. അപ്പച്ചിയും കുട്ടികളും താഴെ പാവിരിച്ചും കിടന്നു.
സ്ഥലം മാറിക്കിടന്നതുകൊണ്ടാകാം വരുണിന് ഉറക്കം വന്നതേയില്ല. അവൻ ബാംഗ്ലൂരിൽ ഓരോ സ്ത്രീകളുമൊക്കെ ആയിട്ട് ചേക്കേറാൻ പോയതൊക്കെ ഓർമ്മിച്ച് അങ്ങനെ കിടന്നു. ഓരോന്ന് ഓർത്തപ്പോൾ തന്നെ എവിടുന്നൊക്കെയോ തരിച്ചു കയറുന്നു. താഴെ അപ്പച്ചിയാണ് കിടക്കുന്നത്. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാമായിരുന്നു. അവൻ ഓർത്തു. അവൻ പെതുക്കെ തലപൊക്കി താഴെ കിടക്കുന്ന അപ്പച്ചിയെ ഒന്ന് നോക്കി. പുറത്തുള്ള ലൈറ്റിന്റെ നേരിയ വെളിച്ചം അകത്തും കിട്ടുന്നുണ്ട്. അപ്പച്ചി സുഖമായി ഉറങ്ങുകയാണ്. പക്ഷേ അപ്പച്ചിയുടെ നൈറ്റി ചെറുതായിട്ട് സ്ഥാനം തെറ്റിക്കിടക്കുന്നത് അവൻ കണ്ടു. അവൻ ഒന്നേ നോക്കിയുള്ളൂ. ഞെട്ടിപ്പോയി. എന്തു ചെയ്യും? അവന്റെ ഹൃദയമിടിപ്പിന്റെ വേഗത കൂടി. അവൻ വീണ്ടും പതുക്കെ തലചരിച്ച് ഒന്നുകൂടി നോക്കി. വ്യക്തമായി ഒന്നും കാണാൻ പറ്റത്തില്ലെങ്കിലും അവന്റെ മനസ്സിൽ എല്ലാത്തിനും ഒരു വ്യക്തത വരുത്തി. അവൻ ആകെ നിയന്ത്രണം വിടുമെന്ന് തോന്നി. അപ്പച്ചിയുടെ ഭർത്താവ് മരിച്ചതല്ലേ? വികാരങ്ങളും വിചാരങ്ങളും അവർക്കും കാണുമായിരിക്കുമല്ലോ. അവൻ മനസ്സിൽ ഓർത്തു. ഒരു വല്ലാത്ത വിറയൽ അവൻ അനുഭവപ്പെട്ടു. എന്തും വരട്ടെ എന്ന് കരുതി അവൻ മെല്ലെ അവന്റെ കൈ താഴേക്ക് നീട്ടി അപ്പച്ചിയെ ഒന്ന് സ്പർശിച്ചു. അപ്പച്ചിക്ക് അനക്കമില്ല. അപ്പച്ചി ചിലപ്പോൾ അനങ്ങാതെ കിടക്കുമായിരിക്കും അവൻ കരുതി. പിന്നെ അവൻ മറ്റൊന്നും ചിന്തിച്ചില്ല. അവൻ കൈകൾ കൊണ്ട് ചില വികൃതികളൊക്കെ കാട്ടി. അപ്പോഴും അപ്പച്ചി അനങ്ങാതെ തന്നെ കിടക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ കൈ പതുക്കെ പുറന്നോട്ടെടുത്തു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. അപ്പച്ചി അവന്റെ കൈ പിടിച്ച് അവിടെ തന്നെ അങ്ങ് വെച്ചു. പിന്നെ അവിടെ നടന്നത് എന്താണെന്ന് ഇവിടെ വിവരിക്കാൻ പറ്റില്ല.